ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി പച്ചത്തക്കാളി കൊണ്ടുള്ള തോരനാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിപ്പം കുറച്ചൊന്നുമല്ല കേട്ടോ അരിയുന്നത്, ഒരു ഈ സൈസിലൊക്കെ അരിഞ്ഞെടുത്തോണേ. ഇനി തീരെ ചെറുതാക്കി വേണ്ടവർക്ക് ആ രീതിയിൽ അരിഞ്ഞെടുക്കാം. തക്കാളി തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി തോരന് ഇഞ്ചി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചി ചേർത്താലാണ് തക്കാളി തോരൻ വെക്കുമ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഉള്ളി ഒരുപാട് വാടി വരുമൊന്നും വേണ്ട. ഇതിലേക്ക് ആദ്യം എടുത്ത് വെച്ചിരിക്കണം തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. പെട്ടെന്നാകുന്നതാണ് കേട്ടോ തക്കാളി തോരൻ. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവേ. ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാനിവിടെ. നമുക്ക് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ചേർത്ത് കൊടുത്തോളുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തോളുക. അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് 1-2 തവണ ഇളക്കി കൊടുക്കണേ. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. എനിക്കിവിടെ കറക്റ്റ് ഉപ്പാണ്. ഞാൻ ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്